പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പിനെ പൊക്കാൻ പുതിയ നീക്കവുമായി കേരള പോലീസ്. കുപ്രസിദ്ധ കുറ്റവാളി സുകുമാരക്കുറുപ്പ് ഇപ്പോൾ ജീവനോടെയുണ്ടോ അതോ ഒളിവ് ജീവിതം തുടരുകയാണോ? ആർക്കും അറിയാത്ത ഒരു സമസ്യയായി 42 വർഷമായി ഇത് തുടരുകയാണ്. കൊട്ടിഘോഷിക്കുന്ന ഒട്ടേറെ പ്രാവീണ്യമുണ്ടെന്ന് കരുതുന്ന കേരള പോലീസിന് വലിയ നാണക്കേടുണ്ടാക്കിയ ഒന്നാണ് സുകുമാരക്കുറുപ്പിന്റെ തിരോധാനം. ഒളിവ് ജീവിതമെങ്കിൽ അതിന് ഇനിയെങ്കിലും ഒരു അന്ത്യമാകുമോ? കുറുപ്പ് ഇഹലോകം വിട്ടുപോയെങ്കിൽ അത് കണ്ടെത്താൻ കഴിയുമോ? പുതിയ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല എന്തായാലും പഴയ ഈ ഫയൽ പൊടി തട്ടിയെടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രാഥമിക പരിശോധനകൾ തുടങ്ങിയിട്ടുണ്ട്. മാവേലിക്കര കോടതിയിലെ ആ രഹസ്യ ഫയൽ അങ്ങനെ വീണ്ടും തുറക്കുകയാണ്. കേരള പോലീസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടിന് അറുതി വരുത്താനാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ശ്രമം. 42 വർഷം മുമ്പ് കേരളത്തെ നടുക്കിയ ചാക്കോ വധക്കേസിലെ ഒന്നാം പ്രതി പിടികിട്ടാപ്പുള്ളിയാണ് സുകുമാരക്കുറുപ്പ്. തിരോധാനത്തിന് ശേഷം ഇക്കാലം അത്രയും കുറുപ്പിനെ കുറിച്ച് ഇടയ്ക്കിടെ നമ്മൾ ഒട്ടേറെ കഥകൾ കേട്ടു. ആസാമിൽ തോട്ടപ്പടിക്കാരനായി, വിദേശത്ത് വെച്ച് കണ്ടു, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, സൗദി അറേബ്യ തുടങ്ങി പലയിടങ്ങളിലും കുറുപ്പിനെ കണ്ടതായി മുൻപ് വാർത്തകൾ വന്നിരുന്നു. സന്യാസി വേഷത്തിൽ ഒരാളെ ഹരിദ്വാറിൽ കണ്ടെന്ന വാർത്തയെ തുടർന്ന് പോലീസ് അവിടെയും പരിശോധന നടത്തിയിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല. കേസ് അന്വേഷിച്ചിരുന്ന മുൻ ക്രൈംബ്രാഞ്ച് SP ഹരിശങ്കർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നത് കുറുപ്പ് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നാണ്. കടുത്ത പ്രമേഹ രോഗിയായിരുന്ന കുറുപ്പ് ആവശ്യത്തിന് ചികിത്സയോ പണമോ ഇല്ലാതെ ഒളിവിലിരിക്കെ എവിടെയെങ്കിലും വെച്ച് മരണപ്പെട്ടിരിക്കാമെന്നാണ് ഒരു വിഭാഗം പോലീസുകാരുടെ നിഗമനം. സഹോദരി ഭർത്താവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം 40 വർഷമായി ഒളിവിലിരുന്ന പ്രതിയെ കഴിഞ്ഞ ദിവസം കൊല്ലം പോലീസ് വലയിലാക്കിയിരുന്നു. ഈ അറസ്റ്റോടെയാണ് 40 വർഷം ഒളിവിലിരുന്നവനെ പൊക്കാമെങ്കിൽ 42 വർഷമായി പോലീസിനെ വെട്ടിച്ച് നടക്കുന്ന സുകുമാരക്കുറുപ്പ് എവിടെയെന്ന ചോദ്യം പൊതുസമൂഹത്തിൽ വീണ്ടും ഉയർന്നത്. വിഷയം ഗൗരവമായി എടുത്ത ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കുറുപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാനും പ്രാഥമിക പരിശോധനകൾ നടത്താനും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് അടിയന്തര നിർദ്ദേശം നൽകുകയായിരുന്നു. പല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും തങ്ങളുടെ സർവീസ് കാലയളവിൽ അന്വേഷിച്ചിട്ടും കണ്ടെത്താനാകാത്ത ആളാണ് സുകുമാരക്കുറുപ്പ്. കുറുപ്പ് ജീവിച്ചിരിപ്പില്ലെന്ന നിഗമനത്തിലാണ് മുൻപ് അന്വേഷിച്ച് പല ഉദ്യോഗസ്ഥരും എത്തിച്ചേർന്നത്. എന്നാൽ കേരള പോലീസിന്റെ ഔദ്യോഗിക രേഖകളിൽ കുറുപ്പ് മരിച്ചതായി ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. 42 വർഷമായിട്ടും കുറുപ്പ് മരിച്ചതിന് ശാസ്ത്രീയമായ തെളിവുകളൊന്നുമില്ല. അവൻ എവിടെയെങ്കിലും വേഷം മാറി ജീവിക്കുന്നുണ്ടാകാം. നിയമത്തിനു മുന്നിൽ ആരും രക്ഷപ്പെടരുത്. ഫയലുകൾ കൃത്യമായി പരിശോധിച്ച് അന്വേഷണം ഊർജിതമാക്കണം എന്നാണ് ആഭ്യന്തരമന്ത്രി ആഭ്യന്തര വകുപ്പിലെ ഉന്നതർക്ക് നൽകിയ കർശനമായ സന്ദേശം. 1984 ജനുവരി 22-നായിരുന്നു കേരളത്തെ ആകെ നടുക്കിയ ആ ക്രൂരമായ കൊലപാതകം നടന്നത്. സുകുമാരക്കുറുപ്പിന്റെ പേരിലുള്ള 8 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വേണ്ടി കുറുപ്പിനോട് രൂപസാദൃശ്യമുള്ള ചാക്കോ എന്ന ഫിലിം റെപ്രസെന്റേറ്റീവിനെ കാറിനുള്ളിലിട്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മാവേലിക്കര കുന്നം റോഡിൽ വയലിൽ കാർ മറിച്ചിട്ട ശേഷം കത്തിക്കുകയായിരുന്നു. കേസിലെ മറ്റു പ്രതികളായ ഭാസ്കരപിള്ള, പൊന്നപ്പൻ എന്നിവരെ ജീവപര്യന്തം തടവിന് വിധിക്കുകയും സരസമ്മ, തങ്കമണി എന്നിവരെ തെളിവില്ലാത്തതിനാൽ വിട്ടയക്കുകയും ചെയ്തു. എന്നാൽ ഒന്നാം പ്രതിയായ കുറുപ്പിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. മാവേലിക്കര ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ മാവേലിക്കര PS ക്രൈം നമ്പർ 22/84 എന്ന കേസ് ഫയൽ ഇപ്പോഴും ലോങ് പെൻഡിംഗ് പട്ടികയിലാണുള്ളത്. പുതിയ എന്തെങ്കിലും തെളിവ് ലഭിച്ചാൽ ഈ ഫയൽ വീണ്ടും തുറക്കാമെന്ന വ്യവസ്ഥയുണ്ട്. ഇതാണ് ഇപ്പോൾ ചെന്നിത്തലയുടെ നിർദ്ദേശപ്രകാരം പോലീസ് ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ മാത്രം മുൻപ് സുകുമാരക്കുറുപ്പിനോട് സാദൃശ്യമുള്ള 32 പേരെ പോലീസ് സംശയത്തിന്റെ പേരിൽ മുൻപ് പലപ്പോഴായി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിദേശത്തും അന്യ സംസ്ഥാനങ്ങളിലും ലക്ഷങ്ങൾ പൊടിച്ച് അന്വേഷണം നടത്തിയിട്ടും പോലീസിന് ഒന്നും കിട്ടിയില്ല. എന്നാൽ പുതിയ സാങ്കേതിക വിദ്യകളുടെയും സൈബർ ഫോറൻസിക് വിദ്യകളുടെയും സഹായത്തോടെ കുറുപ്പിന്റെ ബന്ധുക്കളുടെ വിദേശയാത്രകളും സാമ്പത്തിക സ്രോതസ്സുകളും വീണ്ടും നിരീക്ഷിക്കാനാണ് പോലീസിന്റെ നീക്കം. ആഭ്യന്തരമന്ത്രിയുടെ കടുത്ത നിർദ്ദേശം വന്നതോടെ ക്രൈംബ്രാഞ്ച് സംഘം പ്രാഥമിക പരിശോധനകൾ ആരംഭിച്ചു കഴിഞ്ഞു. കുറുപ്പിന്റെ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളിൽ നിന്നും പ്രായമാകുമ്പോൾ എങ്ങനെയിരിക്കുമെന്ന് കാണിക്കുന്ന ഡിജിറ്റൽ ചിത്രങ്ങൾ പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട്. സുകുമാരക്കുറുപ്പിന്റെ സ്ഥലമായ ചെങ്ങന്നൂർ, ചെറിയനാടിനടുത്തുള്ള പ്രദേശമായ ഹരിപ്പാട്ടിൽ നിന്നുള്ള ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ സർക്കാരിന്റെ കാലത്ത് ഈ 42 വർഷത്തെ നിഗൂഢതയ്ക്ക് അറുതിയാകുമോ അതോ പഴയതുപോലെ അന്വേഷണം വഴിമുട്ടുമോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. ന്യൂസ് ഡെസ്ക്, ജനശബ്ദം ന്യൂസ്.